യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മളുടെ മുടി കറുപ്പിക്കുവാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും മുടി തലയോട്ടിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ചെമ്പരത്തി പൂവും അതുപോലെ ചെമ്പരത്തി ഇലയും എല്ലാം വളരെ നല്ലതാണ് നമ്മളുടെ സ്കിന്നിനാകട്ടെ നമ്മളുടെ ഹെയറിനാകട്ടെ. അപ്പോൾ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ഒരു പൂവ് നമുക്ക് എത്രത്തോളം കിട്ടുന്നോ, നമുക്ക് ചില സമയങ്ങളിൽ കിട്ടും, ചില സമയങ്ങളിൽ നമുക്കിത് കിട്ടാറില്ല. താളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഇത് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഇതുപോലുള്ള പ്രാണികളും ഇതുപോലുള്ള പ്രാണികളുടെ കൂടുകളും ചെറിയ ചെറിയ എട്ടുകാലികളൊക്കെ വളരെ അധികം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഈ ഒരു ഭാഗം എടുത്ത് കളയാട്ടോ. വേറൊന്നുമല്ല, മിക്കവർക്കും അത് പറ്റില്ല. തലയിൽ ചൊറിച്ചിലും ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗം എടുത്ത് കളഞ്ഞ് ക്ലീൻ ആക്കി എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലയും വേണം. കറിവേപ്പില എത്രത്തോളം മുടിക്ക് നല്ലതാണ്, കരുത്ത് നൽകുവാനും കറുപ്പിക്കുവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടി നമുക്ക് കിഡിലൻ ഒരു ടിപ്പ് കാണിച്ചു തരാം. ആദ്യം ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെള്ളത്തിലൊന്ന് കഴുകി അതൊന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മൂന്നും ഇപ്പോൾ കറിവേപ്പില ഒരു പിടിയോളം ഇട്ടിട്ടുണ്ട്. നമ്മളുടെ പൂ ആ ഒരു പാത്രത്തിന് നിറച്ച് ഒരു 50 എണ്ണമെങ്കിലും ഉണ്ടാവും, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കിളിന്ത് നമ്മളുടെ ചെമ്പരത്തി പൂവിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. മൂത്ത ഇലയേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് നമ്മളുടെ കിളിന്തായിട്ടുള്ള ഇലകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളറൊന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ ഒരു മിശ്രിതം തന്നെ മതി നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും. കുറേ മരുന്നുകളും കുറേ കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. നമ്മളുടെ പറമ്പുകളിലുള്ള ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഈ 2 സാധനം, ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല എന്താണെങ്കിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് കറിവേപ്പിലയും ഇത് രണ്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. എന്നിട്ട് നമ്മൾ ഒരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2.5 ടേബിൾ സ്പൂണോളം നമ്മൾ ഈ ഒരു മിശ്രിതം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് ഒരു 50 ml നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്യൂറായിട്ടുള്ള നമ്മൾ ആട്ടുന്ന സ്ഥലങ്ങളിൽ പോയി പാക്കറ്റൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇല്ലെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണ എടുത്താലും വളരെ എഫക്റ്റീവാണ് കേട്ടോ. എന്നിട്ട് തീ കത്തിക്കുന്നതിന് മുമ്പ് ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഏത് പ്രായക്കാരും, ചെറിയ പ്രസവിച്ച കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ കിടിലൻ എണ്ണയാണ്. യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ പലവർക്കും തലവേദന, ഇപ്പോൾ നമ്മൾ ഉലുവ അതുപോലുള്ള സാധനങ്ങളിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് പറ്റാത്തവർക്ക്, മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ തലവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഒരു എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലമേ ഉണ്ടാവില്ല കേട്ടോ. തണുപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ മുടിക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കുറേ നമ്മൾ ഇപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ പോയി നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാറില്ലേ, നല്ല ഗ്ലേസിങ്ങോടുകൂടി മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ കിടക്കാനായിട്ട്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയൊക്കെ നമുക്ക് എത്രത്തോളം മുടിക്ക് നല്ലതാണെന്ന്. അതുപോലെ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് മുടി വളരുവാനും മുടീൻ്റെ തുമ്പ് സ്പ്ലിറ്റായി പോകുമ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുടി കരുത്തോടു കൂടി വളരുവാൻ. ഇപ്പം മുടി അധികം ഉള്ളില്ലാത്തവർക്കാണെങ്കിലും ഇത് ചെയ്ത് നോക്കുക. ഇനിയൊരു പാക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൂടി ചെയ്യുമ്പോൾ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നേരിയ തീയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. നേരിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈ മാറ്റാനേ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് ഒരു നെല്ലിക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഇളക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ അതുപോലെയല്ല, ഇത് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾ ദിവസവും തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് മസാജ്
മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നീര് ചൂടാക്കുക. ഈ ഒരു എണ്ണ നീര് ചൂടോടുകൂടി തന്നെ തലയോട്ടിയിൽ നല്ലപോലെ പിടിപ്പിക്കുക കേട്ടോ. അതുപോലെ മുടിയിൽ ഫുള്ള് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കറുപ്പ് നിറം കിട്ടാനൊക്കെ നല്ല സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറട്ടെ. അത് ആ ഒരു സമയം കൊണ്ട് ഞാനൊരു പാക്ക് കാണിച്ചു തരാം. മുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. മുട്ട ഇടാൻ ഇഷ്ടമില്ലാത്തവർക്കും അതുപോലെ വെജിറ്റേറിയൻ ആൾക്കാർക്കും മുട്ട അധികം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളവർക്കും തൈര് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ തൈര് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീരിറക്കം തലവേദന ഉള്ളവർക്കൊന്നും തൈര് ഉപയോഗിച്ചതിനാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ മുട്ടയും കാണിച്ചു തരുന്നത്. തൈരും പറ്റാത്തവർക്കാണെങ്കിൽ ചെറുപയർ പൊടിയാണെങ്കിലും ഇതിൽ മിക്സ് ചെയ്തിട്ട് പാക്കായിട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻ ആൾക്കാർക്ക് തൈര് പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് ചെറുപയർ നല്ലതുപോലെ പൊടിച്ചതിന് ശേഷം അരിച്ചെടുത്തതിന് ശേഷം ഈ ഒരു നമ്മളുടെ കറിവേപ്പിലയും നമ്മളുടെ ചെമ്പരത്തി പൂവും ഇലയും കൂടെ അരച്ച ഈ ഒരു മിശ്രിതത്തിലേക്ക് ആ ഒരു ചെറുപയർ പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തലയിൽ പാക്കായിട്ട് ഇടുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുട്ട തന്നെയാണ്. ഇത് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഈ ഒരു പാക്ക് നിങ്ങളുടെ തലയിൽ മസ്റ്റായിട്ട് ഇടുക. താരൻ, അതുപോലെ തന്നെ മുടി കൊഴിച്ചൽ, തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിൽ, അസ്വസ്ഥതകൾ ഇവയെല്ലാം മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് മതി കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മുട്ടയുടെ മഞ്ഞ കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള നമ്മളുടെ മുടി നര വരുവാനും അതുപോലെ താരൻ വരുവാനും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്. നമ്മളെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഇതൊന്നും കിട്ടാണ്ടാവുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു മുട്ട ഇടുന്നത് കൊണ്ട് തന്നെ അതൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് തല നല്ലതുപോലെ ചീകി ചടയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ തലയോട്ടിയിൽ ഓരോ ഭാഗങ്ങൾ എടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് തലയോട്ടിയിൽ പിടിപ്പിക്കണം കേട്ടോ. നമ്മൾ തലയോട്ടിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ നമ്മൾ മുടിയുടെ പുറമേ തേക്കുന്നതിനേക്കാളും തലയോട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ താഴോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മൾ ചെറുതായിട്ടൊക്കെ ഓരോന്ന് ചെയ്താലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മാറുവാൻ അത് മാറ്റിയെടുക്കാൻ സഹായിക്കുകയുള്ളൂ. നമ്മളല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഈ ഹോം റെമഡീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കിട്ടുന്നതാണ് കേട്ടോ. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വെറുതെ ഷാമ്പു ഒന്നുമില്ലാതെ വെറുതെ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും 2 ആഴ്ച കൂടുമ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിലുള്ള എണ്ണയുടെ അംശമൊന്നും ഞാൻ പിഴിഞ്ഞൊന്നും കളയുന്നില്ല. അരിപ്പയിലോ അല്ലെങ്കിൽ തുണിയിൽ വെച്ചൊന്നും പിഴിയാതെ തന്നെ എണ്ണയോടുകൂടി തന്നെ ഈ ഒരു ചണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു എണ്ണ നിങ്ങൾ ദിവസം കുളിക്കുന്നതിന് മുമ്പ് തലയോട്ടിൽ നല്ലപോലെ മസാജ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ്. ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് തലയിൽ വെക്കണം കേട്ടോ. നിങ്ങളുടെ മുടി ഓട്ടോമാറ്റിക്കലി കറുത്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുടി വളരുവാനും മുടി കൊഴിച്ചിൽ മാറുവാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറുവാനും ഈ ഒരു എണ്ണ സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചണ്ടിയിലെ നമ്മളുടെ ആ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും ഇലയും കൂടെയുള്ള ഒരിത് നമ്മളുടെ അതിൻ്റെ ഉള്ളിൽ എണ്ണയും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു തിരി പോലെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ഇത് കത്തിക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇത് കത്തി കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ പാത്രത്തിൽ നല്ലതുപോലെ തന്നെ കരി പിടിച്ച് കിട്ടുന്നതാണ്. ആ ഒരു കരി നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ആവണക്കെണ്ണ കൂടി മിക്സ് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പ് തലയിൽ നല്ലതുപോലെ തേച്ച് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സുകളും മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹെയർ ഡൈ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.